Now, if ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി represented by the letter omega. Omega. Clear? So, what is angular velocity? ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അറ്റ് എ ഗിവൺ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ ഗിവൺ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ആംഗിൾ. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ആംഗിൾ, വേറെ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി നമ്മൾ എന്താ പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം. ഇവിടെ ആംഗുലാർ എന്നുള്ള ടേം എക്സ്ട്രാ വരും. ഓക്കെ, സോ എന്തുമാത്രം വേഗതയിലാണ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്, അതായത് റൊട്ടേഷന്റെ കൈൻഡ് ഓഫ് സ്പീഡ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ആംഗുലാർ വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് നമുക്ക് അതിന്റെ ഇക്വേഷനിലേക്ക് പോവാം. ആവറേജ് ആംഗുലാർ വെലോസിറ്റി omega average is equal to theta 2 minus theta 1 divided by t2 minus t1, or simply delta theta by delta t, right? Or instantaneous anangil what will be? Instantaneous angular velocity ഒമേഗ മാത്രമാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ് ഇറ്റ് വിൽ ബി ഡി തീറ്റ ബൈ ഡി ടി. ഇയാളിപ്പോ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാതെ അങ്ങനെ എഴുതി പോകുന്നത് അല്ലെ? പറയാടോ, ഒക്കെ ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ആവറേജ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. എന്താ? തീറ്റയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, സോ ആവറേജ് എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ ഒരു ഇന്റർവെൽ ഉണ്ട്. ഡെൽറ്റ ടി എന്ന് പറയുന്ന വ്യക്തമായ ഒരു ഇന്റർവെൽ ഉണ്ട്. അതിൽ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്ന വ്യക്തമായ ഒരു ചേഞ്ചും സംഭവിക്കും. ഓക്കെ, സോറി, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന വ്യക്തമായ ആംഗിൾ ചേഞ്ച് സംഭവിക്കും. ബട്ട് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ വി ആർ ലിമിറ്റിംഗ് the delta t to 0 and that will become d theta by dt, nothing but derivative of theta with respect to time. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ദിസ് ഈസ് ആംഗുലാർ വെലോസിറ്റി. സോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എവിടെ നിന്നാണോ ഇപ്പൊ ഇതിന് വെലോസിറ്റി എന്ന് പേര് വന്നത്? നോക്കൂ, തീറ്റ ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് and rate of change of angular displacement is angular velocity. Now we can define the relation between linear velocity and angular velocity using a simple derivative. എങ്ങനെയാ? നമ്മൾ നേരത്തെ എഴുതി ഒരു relation between velocity and angular velocity. ഓക്കെ, ഇവിടെ തന്നെ ഞാനത് സ്റ്റേറ്റ് ചെയ്ത് പോവാണ്. ടെക്സ്റ്റിനകത്ത് നിങ്ങളുടെ സിലബസിനകത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഈ ടോപ്പിക്. ഞാൻ ഇവിടെ തന്നെ സ്റ്റേറ്റ് ചെയ്ത് പോവാണ്. സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ എഴുതി ആർക്ക് ലെങ്ത് എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതി, റൈറ്റ്? ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് വരും? ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു റേഡിയസ് ഈസ് എ കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടതില്ല, ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. കറക്റ്റ്. വാട്ട് ഈസ് ഡി എസ് ബൈ ഡി ടി? എസ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ആർക്ക് ലെങ്ത് ആയിക്കോട്ടെ, നിങ്ങൾ അത് ചെറിയൊരു ആർക്ക് എടുക്കും, വളരെ ചെറിയൊരു ആർക്ക് എടുക്കും. അപ്പൊ എന്ത് വന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഡി എസ് ബൈ ഡി ടി ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. ഹെൻസ് വെലോസിറ്റി ഈക്വൽ ടു ആർ ഒമേഗ.
ദാ ഇയാൾ ഒമേഗയാണ്, നമ്മൾ നേരത്തെ എഴുതി അല്ലേ. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി v ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, ഇനിയാണ് ചോദ്യം വരുന്നത്, എന്തായിരിക്കും ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ്? ശ്രദ്ധിച്ചു നോക്കണോ, ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? തീറ്റന്റെ യൂണിറ്റ് എന്താ? തീറ്റന്റെ യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് SI യൂണിറ്റ് ഓഫ് ഒമേഗ. ഓക്കെ, ഇതിൽ ചെറിയൊരു കളി നടക്കുന്നുണ്ട്, അത് ഞാൻ അടുത്തത് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആംഗുലാർ വെലോസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നൗ നമ്മൾ നേരത്തെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞ കാര്യം ഇവിടെയും പറയണം. നോക്കണോ, ആന്റി ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ തീറ്റ പോസിറ്റീവ് ആണ്, ചേഞ്ച് ഇൻ തീറ്റ പോസിറ്റീവ് ആണ്, ആംഗുലാർ വെലോസിറ്റി പോസിറ്റീവ് ആണ്. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ തീറ്റ നെഗറ്റീവ് ആണ്, തീറ്റ ഇസ് ഡിക്രീസിങ്. നെഗറ്റീവിൽ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ആണ് അല്ലെ. സോ എന്ത് സംഭവിക്കും? ആംഗുലാർ വെലോസിറ്റി വിൽ ബി നെഗറ്റീവ്. So again, positive angular velocity and negative angular velocity is just a convention. Okay, so omega is positive if anti-clockwise rotation omega is negative if clockwise rotation. ഓക്കെ, ഈ രണ്ട് പോയിന്റുകൾ ഓർമ്മയിലുണ്ടാവണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ ആ ടേബിൾ ഒന്ന് നിങ്ങൾ നോക്കി വെക്കും. നല്ലൊരു പെട്ടെന്ന് ഓക്കെ ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് റൊട്ടേഷന്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ്, അത് റെഫർ ചെയ്യുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 അല്ല, ഡിഗ്രി ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു ക്ലാസ്സും ടെക്സ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാലപാഠം മാത്രമാണ്. അല്ലാതെ ഇത് കണ്ട് ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതുക എന്നുള്ളതല്ല. ടെക്സ്റ്റ് കൃത്യമായി വായിക്കുമ്പോൾ മനസ്സിലാവാനുള്ള ഒരു കോച്ചിങ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു ക്ലാസ്സും. ഇനി അങ്ങോട്ട് എല്ലാ പഠനങ്ങളും അങ്ങനെയായിരിക്കും. ഓക്കെ, സോ ടെക്സ്റ്റിൽ ആ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങൾ നോക്കുക. യെസ്, നൗ നമുക്ക് ആ യൂണിറ്റിനെ പറ്റി ഒന്നുകൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി ഈസ് എന്താണ്? റേഡ് പെർ സെക്കൻഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റാഡ് ആണ് അല്ലെ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റാഡ് ആണ്. അതുകൊണ്ട് തന്നെ 1 റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2π റാഡ് പെർ സെക്കൻഡ്. ഓക്കെ, ഞാൻ ഈ റെവല്യൂഷൻ പെർ സെക്കൻഡിന് പകരം റെവല്യൂഷൻ പെർ മിനിറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, 1 റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ത് വരും? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ്. ഈ റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റെവല്യൂഷൻ പെർ മിനിറ്റ് എന്നുള്ള വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 RPM. ആ 3 വാക്കുകൾ ഒന്നിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. RPM. വണ്ടികളൊക്കെ താല്പര്യമുള്ളവര് RPM എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. എന്താണ്? റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എന്തുമാത്രം റിവോൾവ് ചെയ്യുന്നുണ്ട്, അതും ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നെയാണ്. കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ആംഗുലാർ വെലോസിറ്റിയുടെ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2π by 60 rad per second. ഈ ഒരു കാര്യവും
മനസ്സിലുണ്ടായിക്കോട്ടെ, ഒന്നുമില്ല, സിമ്പിൾ കൺവേർഷൻ ആണ്. മേ ബി വല്ല വണ്ടിയുടെ ചക്രം അങ്ങനെ തിരിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ല പ്രോബ്ലവും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗുലാർ വെലോസിറ്റി ഒരു വെക്റ്റർ ആണോ സ്കേലാർ ആണോ? ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. And the answer is, of course, angular velocity is a vector. So, വെക്ടർ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷനെ പറ്റി കൃത്യമായി പ്രതിപാദിച്ചേ പറ്റൂ. എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് പിടിക്കുക. ഈ കേൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ റൊട്ടേഷനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് തംബ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഓക്കെ, എന്താണ് കേൾഡ് ഫിംഗേഴ്സ്? ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ഇങ്ങനെ അല്ലെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെ. സോ ഇഫ് ദ റൊട്ടേഷൻ and curled fingers are in same direction, then the thumb represents direction of omega, angular velocity. So direction of omega is a vector quantity. മറക്കരുത്, ആംഗുലാർ വെലോസിറ്റി is a vector quantity. വെക്ടർ അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആംഗുലാർ സ്പീഡ് എന്ന് പറയും. ഓക്കെ, ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഒമേഗ ഈസ് എ വെക്ടർ. ഡയറക്ഷൻ എങ്ങനെ കാണും? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എങ്ങനെയാണ്? കേൾഡ് ഫിംഗേഴ്സ് റൊട്ടേഷൻ ഡയറക്ഷനെ കാണിക്കുന്നുണ്ടെങ്കിൽ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഒമേഗ. കേൾഡ് ഫിംഗേഴ്സ് റൊട്ടേഷൻ, തമ്പ് ഡയറക്ഷൻ ഓഫ് ഒമേഗ. ക്ലിയർ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇഫ് ദ റൊട്ടേഷൻ ഹാപ്പൻസ് ഇൻ XY പ്ലെയിൻ, സപ്പോസ് ഈ ഒരു പ്ലെയിനിലാണ് റൊട്ടേഷൻ സംഭവിക്കുന്നത്, ദിസ് ഈസ് XY പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒമേഗ എങ്ങോട്ടായിരിക്കും? ഇഫ് ദ റൊട്ടേഷൻ ഈസ് അലോങ് ദിസ് ഡയറക്ഷൻ, ഒമേഗ ഈസ് ഇൻ Z ഡയറക്ഷൻ. ഓർ ഇങ്ങനെയാണ് റൊട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ ഒമേഗ നെഗറ്റീവ് Z ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മേ ബി ഒമേഗ Z എന്ന് എഴുതി കാണാം, സഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒമേഗ Z എന്ന് എഴുതി കാണാം. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ എടുക്കുന്ന റൊട്ടേഷൻ XY പ്ലെയിനിലായതുകൊണ്ട് അത് ഒമേഗ Z-ലാണ് എന്ന് ആദ്യം മുതലേ എഴുതി പോന്നു എന്നേ അതിനുള്ളൂ, മറ്റ് യാതൊരു സിഗ്നിഫിക്കൻസും അതിനില്ല. ഓക്കെ, ടെക്സ്റ്റ് വായിക്കാനുള്ള സഹായമാണ് ഞാൻ ചെയ്യുന്നത്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നൗ ഗോയിങ് ഓൺ ടു ആംഗുലാർ ആക്സലറേഷൻ. വെലോസിറ്റി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആക്സലറേഷൻ ആണ്. ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി കഴിഞ്ഞു. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് change of angular velocity, or alpha is equal to d omega by dt. Okay, this is instantaneous angular acceleration. Instantaneous angular acceleration. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആവറേജ് ആണെങ്കിൽ എങ്ങനെയാണോ വരിക? എഴുതി നോക്കൂ.
ആവറേജ് ആംഗുലാർ ആക്സലറേഷൻ എങ്ങനെയാ വരിക? വിൽ ബി ആൽഫ ആവറേജ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി. ഒബ്വിയസ്ലി omega 2 minus omega 1 by T2 minus T1 or delta omega by delta T.